നമ്മുടെ ഇടയിലുള്ള പല ആളുകളും ഒരു കംഫോർട്ട് സോണിൽ ആണെങ്കിൽ അവർക്കതിന് പുറത്തു വരുന്നത് ആഗ്രഹമുണ്ടെങ്കിലും അവരതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കും. കാരണം അതായത് പറയുകയാണെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിയിലാണെങ്കിൽ മറ്റൊരു ജോലി അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നും. കാര്യം പറഞ്ഞാൽ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ സാലറി കിട്ടും, അല്ലെങ്കിൽ ഇതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ നമ്മുടെ കംഫോർട്ട് സോണ് നമ്മളെ അനുവദിക്കില്ല. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള നല്ല പൊക്കമുള്ള സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിൽ, അത് നല്ല മിനുസമുള്ള നല്ല ഗ്രിപ്പൊന്നും ഇല്ലാത്തൊരു പാത്രത്തിൽ നിറച്ചും അരി എടുത്തിട്ടിട്ട് ഒരു ഇതുകൊണ്ട് ഒരു കലവറ കൊണ്ട് വെക്കുക. ആ കലവറ ബാക്കി അരികൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു എലീനെ ഇതിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ആ എലി ആദ്യം പോയി ഇതിനകത്ത് ഈ ഗ്ലാസ് വെച്ചാണ് പാത്രത്തിൽ അരിയിൽ കയറുന്ന തിന്നാൻ തുടങ്ങും. അത് തിന്നു കുറച്ച് കഴിയുമ്പോൾ അരിയിൽ കുറഞ്ഞു വന്നാലും ആ എലി അവിടെ നിന്ന് വിട്ടു പോകത്തില്ല. ആ പാത്രത്തിൽ ഇരുന്ന് തന്നെ തിന്ന് കുറച്ചുകൂടി താഴേക്ക് വന്നെ തിന്നുകൊണ്ടിരിക്കും. ആ അവസാനം കഴിച്ച് ആ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിൽ എത്തുന്നവരെ എലി അവിടെ ഇരുന്ന് കഴിക്കും. അന്നേരമായിരിക്കും ആ അരിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ആ ഗ്ലാസിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടല്ലോ, എലി അടിയിലായിരിക്കും നിൽക്കുന്നത്. അന്നേരമായിരിക്കും എലി തിരിച്ചറിഞ്ഞാൽ തൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഗ്ലാസ്സിലൂടെ തനിക്ക് പിടിച്ച് മുകളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ള സത്യം പറയുന്നത്. പക്ഷെ ആദ്യമേ ആ അരി ഇടുന്ന സമയത്ത് കുറച്ച് അരി തിന്നിട്ട് പിന്നെ ഒന്നും കൂടെ ചില ചുറ്റും അന്വേഷിച്ചിരുന്നെങ്കിൽ ആ എലിക്ക് ചിലപ്പോൾ അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അതായത് നല്ലൊരു കലവറയാണല്ലോ, വേറെ സ്ഥലത്ത് ഇതിനും കൂടുതൽ ഈസി ആയിട്ട് ആക്സസുള്ള അരിയുള്ള ഒരു ഇത് കിട്ടിയേനെ. പക്ഷെ താൻ നിൽക്കുന്ന ആ ഒരു പാത്രം അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കണ്ട് അവിടെ തന്നെ എന്നും സേഫാന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അവസാനം അരിയെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ഇതിലേറ്റവും താഴെ വരുന്നത് മുകളിലേക്ക് പിന്നെ കയറാൻ പറ്റത്തില്ല, കാരണം വയറൊക്കെ ഫുള്ളായിട്ടിരിക്കുന്നു, അതിന് മുകളിലേക്ക് കയറാനും പറ്റുന്നില്ല. അങ്ങനെ അത് അവിടെ തന്നെ ലോക്കായി പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കരിയറിൻ്റെ അകത്തും. ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ നല്ല കംഫോർട്ടായിട്ട് നിൽക്കുവാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, നമ്മൾ പുറത്തുള്ള നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ അതിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാതെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും, നമുക്ക് അവിടെ നിന്ന് പുറത്ത് കടന്നേ വരും, അല്ലെങ്കിൽ നമ്മുടെ കംഫോർട്ട് സോൺ ഒറ്റയടിക്ക് ക്ലോസ് ആവുന്ന സിറ്റുവേഷൻസ് വരും. അന്നേരം നമ്മൾ അതിന് പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ നമുക്ക് വളരെ കഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പോയ ഒരാളുടെ ഒരു കഥയാണ് ഇന്നത്തെ സ്റ്റോറിയിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കഥ എങ്ങനെയാണ്, രാഹുൽ എന്ന് പറയുന്ന ഒരു early 30s ഒരു എംപ്ലോയി, അവൻ്റെ ഡൊമൈനിൽ, അതായത് അക്കൗണ്ടിങ് ആണ് ഒരു ഡൊമൈൻ, അക്കൗണ്ടിങ് ഡൊമൈനിൽ നല്ലൊരു നോളജുള്ള ഭയങ്കര ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു എംപ്ലോയിയാണ്. ഒരു മിഡ് സൈസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ജോലി നല്ല സ്റ്റേബിളാണ്, കമ്പനി നല്ല സ്റ്റേബിളാണ്, അവൻ്റെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് പോകുന്നു. അവന് പക്ഷേ എന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കൺസൾട്ടിങ് ടൈപ്പ് ജോബ് ചെയ്യണം, അവന് ഇത് കൂടുതൽ സ്കില്ലുണ്ടെങ്കിൽ പുറത്ത് ഇതിനും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അവൻ ഒരിക്കലും അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അത് ക്യാച്ച് ചെയ്യാനോ ശ്രമിച്ചിരുന്നില്ല. കാരണം അവൻ്റെ ജോബ് ഇവിടെ സേഫ് ആണെന്നൊരു തോന്നലായിരുന്നു അവന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ കമ്പനി വേറൊരു വലിയൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്തപ്പോൾ ടീമുകളൊക്കെ പലതും മെർജ് ആയി ഒന്നായി വന്നു. അപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മാനേജ്മെൻറ്റ് മറ്റേ കൺട്രോൾ ചെയ്യുന്ന മറ്റേ കമ്പനിയുടെ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ടിങ് ടീമുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിങ് ടീമിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളുടെ അക്കൗണ്ടിങ് ടീമിനെ നമുക്ക് വേറെ ഏതെങ്കിലും ടീമിലേക്ക് സ്വിച്ച് ചെയ്യിക്കാം, അത് അങ്ങനെ മാൻ പവറിനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു മറ്റേ വലിയ കമ്പനിയുടെ മാനേജ്മെൻറ്റ്. അങ്ങനെ അപ്പോൾ രാഹുലിൻ്റെ ബോസ് രാഹുലിനെ വിളിച്ചിട്ട് പറയുന്നു, നമ്മുടെ ഈ അക്കൗണ്ടിങ് ടീം ഇവിടെ ക്ലോസ് ചെയ്യുവാണ്, നമ്മളോട് സെയിൽസിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻസിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മളെല്ലാവരെയും സ്വിച്ച് ചെയ്യിക്കാൻ പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ നിനക്ക് ഏതാ താല്പര്യം എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ രാഹുലിനാണെങ്കിൽ ശരിക്കും ബേസിക്കലി ഈ അക്കൗണ്ടിങ് ഡൊമൈൻ വിട്ട് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, അക്കൗണ്ടിങ് ഡൊമൈൻ തന്നെ കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. അപ്പോൾ കുറേ ട്രൈ ചെയ്ത് നോക്കി മറ്റേ ആ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട്, പക്ഷേ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവന് കിട്ടിയില്ല. അപ്പോൾ അവനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന് താല്പര്യമില്ലെങ്കിൽ 3 മാസത്തെ പേയ്മെൻറ്റ് തരാം, നിങ്ങൾക്ക് കമ്പനി വിട്ടു പോകാം, എന്നിട്ട് വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതിലേക്ക് ഏതെങ്കിലും സ്വിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ ആ ഒരു സ്ട്രെസ് മനസ്സിലാണ്. കാരണം ഇത്രയും നാൾ അവൻ ആ കമ്പനിയിൽ ഏറ്റവും കംഫോർട്ടായിട്ട് സേഫ് ആയിട്ടിരുന്ന ആ ഒരു പൊസിഷൻ ഇന്ന് അവിടെ ഇല്ലാതാകാൻ പോവാണ്. കാരണം അത് അവൻ്റെ ജോബ് അപ്പോൾ ഭയങ്കര റിസ്ക്കായി. അപ്പോൾ അവന് ജോലി പുറത്ത് അന്വേഷിച്ചാൽ കിട്ടുന്നതാണ് അറിയാം. പക്ഷേ അവന് കൂടുതൽ തളർത്തിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 5-6 കൊല്ലമായിട്ട് ആ കമ്പനി വർക്ക് ചെയ്തപ്പോൾ പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസ് പുറത്തു വന്നു, അല്ലെങ്കിൽ പല കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് അവനുണ്ടായിരുന്നു. പക്ഷെ അത് തുടങ്ങിയില്ല. കാരണം ഒരു 4-5 വർഷം മുമ്പ് അത് തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നല്ല കുറേ ക്ലയൻസ് ഉണ്ടായേനെ. അങ്ങനെ അവൻ്റെ ഒരു കംഫോർട്ട് സോണിൽ അവൻ ലോക്ക് ചെയ്ത് പോയി ഇപ്പോൾ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷനിലേക്ക് വന്നേക്കണു. അപ്പോൾ ആ ഒരു ചിന്തയാണ് അവനെ കൂടുതൽ വരെയാക്കാൻ നോക്കിയത്. കാരണം എന്നിട്ട് അവനാകെ ഡൗൺ ആയി. പക്ഷേ അവൻ്റെ ഒരു ഫ്രണ്ട് ഒരുത്തൻ ഇങ്ങനെ കൺസൾട്ടൻ്റ് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സെയിൽസ് കൺസൾട്ടൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുത്തണ്ടായിരുന്നു. അപ്പോൾ അവനെ ചെന്ന് കണ്ടു.
അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ കൺസൾട്ടിങ് ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര കളർഫുൾ ആയിട്ടൊന്നും ആയിരിക്കില്ല. ആദ്യം കുറേ നീ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ നീ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ദ ടൈം നിനക്ക് സ്ലോലി ഗ്രോത്ത് ഉണ്ടാവും. നിനക്കത് ഇനിയാണെങ്കിലും ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ, എൻ്റെ ജോബ് ഇവിടെ തിരിഞ്ഞ് വേറെ സ്റ്റേബിളായിട്ട് സെക്യൂർ ആയിട്ടുള്ള ഇൻകത്തിനുള്ള വേറെ വഴിയൊന്നും ഇല്ലാതെ ഇപ്പോൾ ഞാൻ പിന്നെ എങ്ങനെ ചെയ്യുന്ന വെച്ചോ. പറഞ്ഞു, നീ ഇതിങ്ങനെ ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചാലാണ് വിഷയം. നിനക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നീ ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ നീ അതിന് വേണ്ടി നിനക്കൊരു ബിസിനസ് കാർഡ് ഉണ്ടാക്കുക. പിന്നെ നീ ചെയ്യേണ്ടവരാണ് ചെറിയൊരു 1-2 ഇങ്ങനത്തെ മാർക്കറ്റിംഗ് ഇവൻറ്റ്സിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇവൻറ്റ്സിലൊക്കെ പോയി പങ്കെടുത്ത് ചെറിയ രീതിയിൽ ആൾക്കാരുമായിട്ട് നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യുക. നിൻ്റെ തൽക്കാലം ഇപ്പോൾ നിൻ്റെ ജോലി ചെയ്യേണ്ടത് നിനക്കൊരു 3 മാസത്തോളം ഈ കമ്പനി തന്നെ വേണ്ടി കണ്ടിന്യൂ ചെയ്യാം. ആ സമയത്ത് നിനക്ക് പാരലായിട്ട് ഇതും സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവനങ്ങനെ പ്ലാണവൻ തിരിച്ചു പറഞ്ഞു. അവൻ ഇത്രയും നാൾ അവൻ്റെ ചുറ്റും ഒരു വലിയൊരു മതിൽ പോലെ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വാള് പോലെ ആണ് അവൻ്റെ കംഫർട്ട് സോൺ നിന്നത്. ഇന്നിപ്പോൾ ആ വാള് പൊട്ടിച്ച് പുറത്ത് കടന്നില്ലെങ്കിൽ അവൻ അവിടെ കടന്ന് ലോക്കായി അവിടെ നിന്ന് മരിക്കും. അതായത് അവൻ്റെ ജോലി അവിടെ നഷ്ടപ്പെടും. അപ്പോൾ അവൻ പയ്യെ ആ വാളിനെ പൊട്ടിക്കാൻ അവന് പറ്റുന്നില്ലെങ്കിലും അവൻ പയ്യെ തള്ളി നിൽക്കുന്ന പോലെ, വലുതാക്കുന്ന പോലെ അവൻ ഇങ്ങനെ ഒരു ബിസിനസ് കാർഡ് ഉണ്ടാക്കി. എന്നിട്ട് ഇങ്ങനത്തെ ആ വീക്കെൻഡ് അവനൊരു നെറ്റ്വർക്ക് ഇവൻറ്റിൽ പോയി പങ്കെടുത്തു. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് അവനെ ബിസിനസ് കാർഡ് കൊടുത്തു. അങ്ങനെ അവിടെ വന്നിരുന്ന വേറൊരു ബിസിനസ് ചെയ്യുന്നൊരു പുള്ളിക്കാരി, ഒരു ബേക്കറി ബിസിനസ്സാണ് ചെയ്യുന്നത്. പുള്ളിക്കാരിക്കാണ് സ്വന്തമായിട്ട് അക്കൗണ്ടിങ് ടീം ഒന്നുമില്ല, പുള്ളിക്കാരി തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ വേണ്ടി നിങ്ങളുടെ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ എല്ലാം ഒരു സ്ട്രക്ചേർഡ് ആക്കി തരാം. എനിക്ക് നിങ്ങൾ ഒരു അക്കൗണ്ടിങ്ങിന് കൊടുക്കുന്ന 1 മാസം ശമ്പളം കൊടുക്കുന്നതിൻ്റെ ആ എമൗണ്ട് എനിക്ക് തന്നാൽ മതി, ഞാൻ എല്ലാം ഓർഡർ ആക്കി തരാം. പിന്നെ നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി അത് ഓക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അടുത്ത വീക്കെൻഡ് ആ പുള്ളിക്കാരുടെ ഓഫീസിൽ പോയിട്ട് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ഓർഡർ ആക്കി. അന്നേരമാണ് പുള്ളിക്കാരിക്ക് എങ്ങനെയാണ് പർച്ചേസിങ്ങിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതെന്നും സെയിൽസിൻ്റെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കേണ്ടതും പിന്നെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടി എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയായി. പുള്ളിക്കാരി അപ്പോൾ ഇവരാ ചോദിച്ചേക്കാളും കൂടുതൽ എമൗണ്ട് അവനിലേക്ക് കൊടുത്തു. ഏകദേശം അവൻ്റെ ഡബിളോളം എമൗണ്ട് അവന് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എനിക്കിപ്പോഴാണ് ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു റെഗുലർ അക്കൗണ്ടൻറ്റ് ആവശ്യമുണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. എനിക്ക് കൃത്യമായിട്ട് അക്കൗണ്ടൻറ്റ് വയ്ക്കാൻ എൻ്റെ പണി കുറേ എളുപ്പമാകുമെന്ന് എനിക്ക് മനസ്സിലായി. അതിനൊക്കെ ചെയ്ത് തന്നെ താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനൊരു ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി. എൻ്റെ നോളജിന് വാല്യൂ ഉണ്ട് എന്ന് അവനൊരു തോന്നലായി. അവനപ്പം ഫോർമലായിട്ട് അന്ന് അവിടെ കണ്ട പല ആൾക്കാർക്കും അവനൊരു ഇങ്ങനെ മെയിൽ അയക്കാൻ തുടങ്ങി. അതായത് അടുത്ത സ്റ്റെപ്പ് എല്ലാവർക്കും മെയിൽ അയച്ച് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിങ് കാര്യങ്ങൾക്ക് ഇമ്പ്രൂവൈസ് ചെയ്യണമെങ്കിൽ കൺസൾട്ടിംഗ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ ചാർജ് വളരെ റീസണബിൾ ആണെന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു എമൗണ്ടൊക്കെ വെച്ച് അവനങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു ഓരോരുത്തർക്ക് അയക്കാനായിട്ട്. അയച്ചു. അങ്ങനെ പലർക്കും അയച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ അവനെ തിരിച്ച് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അവൻ്റെ കമ്പനിയിൽ പുതിയ കുറേ എക്സ്പാൻഷൻ നടക്കുവാണ്, അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒന്ന് ഫോർമുല സ്ട്രക്ചേർഡ് ആക്കണം, താങ്കൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു കൺസൾട്ടൻ്റായിട്ട്. അങ്ങനെ അവൻ ആ ഒരു വർക്കും ചെയ്തു. അങ്ങനെ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊരു 4-5 ക്ലയൻസിനെ കിട്ടി. റെഗുലറായിട്ട് വർക്ക് കിട്ടുന്നതിൽ അവരുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു. അങ്ങനെ അവരുടെ റഫൽ വഴി പല കോൺടാക്ട്സും കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പേരിൽ തന്നെ ഒരു കൺസൾട്ടിങ് ഫേം ചെറുതായിട്ട് രജിസ്റ്റർ ചെയ്തു. നല്ലൊരു ബിസിനസ് കാർഡ് അവൻ്റെ കൺസൾട്ടിങ് ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റും കറക്റ്റായിട്ടുള്ള ഒരു ബ്രോഷറും കാര്യങ്ങളൊക്കെ അവൻ ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ ഇവൻ്റെ 3 മാസം അവിടുത്തെ ടൈം പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് ക്ലിയർ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ജോബിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ അവൻ റെഡിയാക്കി വെച്ചു. സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് കൺസൾട്ടൻ്റ് വർക്ക് ചെയ്യുന്നതില്ല. അങ്ങനെ അവൻ്റെ ലൈഫ് പിന്നെ ആ ഒരു കൺസൾട്ട് ചെയ്തിട്ട് പയ്യെ സ്ലോലി ഗ്രോ ചെയ്തു. ഈ 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ മന്ത്ലി ഏൺ ചെയ്യുന്ന എമൗണ്ട് ഇവൻ മേടിക്കുന്ന ശമ്പളത്തിൻ്റെ ഒരു 4-1 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതൊരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഇത്രയും നാൾ മേടിച്ചിട്ടുള്ള ശമ്പളത്തിൻ്റെ ഇരട്ടിയോളം ആൾക്കാർ അവന് സാധിച്ചു. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബേസ് ഇതാണ്. നമ്മളൊരു സേഫ് സോണിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്നും സേഫ് ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും നമുക്കൊരു സ്ട്രഗിൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ലോലി നമ്മുടെ സേഫ് സോൺ വിട്ട് പുറത്തേക്ക് ഇറങ്ങി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി വളരെ വലുതായിരിക്കും. അപ്പോൾ ആ സേഫ് സോണിനെ ബ്രേക്ക് ചെയ്ത് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ഏതൊരാളുടെയും സക്സസിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ സ്റ്റോറി ആകാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് പല സ്റ്റോറിയുടെ ലിങ്ക് കിടക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ.